ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളതിൽ ഭൂരിഭാഗം പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഈ ഫോട്ടോയിലുള്ള 2 പേരും പിന്നെ ഇവരുടെ മക്കളിലെ മൂത്ത ആളായിട്ടുള്ള, അതായത് ആളന്ന് കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് ആൾക്ക് ആ ഫോട്ടോയിൽ ഇടം കിട്ടിയില്ല. അപ്പോൾ 6 മക്കളുള്ള ഒരു കുടുംബത്തിൽ 1970-80കളിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ പുല്ലൂർ എന്ന് പറയുന്ന പേരുള്ള ഗ്രാമത്തിൽ, അതിസുന്ദരമായ ഒരു ഗ്രാമത്തിൽ 1970s അന്നത്തെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ആണ്. 6 മക്കളുള്ള ഒരു അച്ഛനും അമ്മയും, അതിൽ 4 പെൺമക്കളും 2 ആൺകുട്ടി. ഇത് എനിക്ക് വേണ്ടപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഫോട്ടോ ആണ്. അതാരാണ് എന്താണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോസിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഒരു 10-35 വയസ്സിന് മേലുള്ളവരെ 2 തലമുറ പിന്നീട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും, ഈ വീഡിയോ കാണുന്നവർ വീട്ടിലൊക്കെ ഇതുപോലൊരു കുടുംബം ഉണ്ടായിരുന്നു. 5-10 പ്രസവിച്ച അമ്മമാരും ഇതുപോലെ ഓവർ വെയിറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അവർ ജീവിതത്തിൽ ഫേസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിനെ പറ്റി ഞാൻ പറയുന്നത്. 6 പ്രസവിച്ചിട്ടും ഈ അമ്മാമ്മ എന്തുകൊണ്ടാണ് പൊണ്ണത്തടി ആവാണ്ടിരുന്നതും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രെസ്സ്, ബോഡി ഇൻഫ്ലമേഷൻ, ഹോർമോണൽ ഇംബാലൻസ്, പ്രസവം കൊണ്ടുള്ള ഓവർ വെയിറ്റ്, പിന്നെന്താ ക്രേവിങ്സ്. 6 പ്രസവിച്ച ഒരാൾക്ക് അത്യാവശ്യം ക്രേവിങ്സ് ഒക്കെ 6 പ്രസവത്തിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്കൊരിക്കലും കാലഘട്ടത്തിൻ്റെ എന്താ പറയുക, ജീവിതശൈലിയെ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ അന്ന് ജീവിച്ചിരുന്ന പോലെ ഇന്ന് പെണ്ണുങ്ങൾ ജീവിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നടക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയും വെള്ളം കുടിച്ചാൽ തടി വയ്ക്കണം, ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഓവർ വെയിറ്റ് ആവുള്ള കാര്യങ്ങൾ. പക്ഷേ യഥാർത്ഥ കാര്യങ്ങളെ പറ്റി ഇവിടെ യാതൊരു തരത്തിലുള്ള ചർച്ചയില്ല. അതിനെപ്പറ്റി ആലോചിക്കാനും താല്പര്യമില്ല. പ്രത്യേകിച്ച് ലേഡീസിന്. അവർക്ക് ഫേസ് യോഗ ചെയ്ത് തടി കുറയ്ക്കണം, നാരങ്ങ വെള്ളം കലക്കി കുടിച്ച് തടി കുറയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ തടി കുറയ്ക്കണം, വയറ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ലേഡീസ് തന്നെയാണ്. പക്ഷേ അവരുടെ സിറ്റുവേഷൻ, സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ജിമ്മിന് പോകുന്നതായാലും വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി തിരക്ക് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ജിമ്മിലും പോകണം, ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ എളുപ്പമുള്ള കേസൊന്നുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഓവർ വെയിറ്റ് ആവുള്ള റീസൺ പറയുമ്പോൾ നമ്മൾ പ്രസവം അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ പറയുന്നതാണ്. അത് അത്ര അങ്ങോട്ട് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കാഴ്ചപ്പാടിൽ കേട്ടോ. ഒരു ഇപ്പോൾ അങ്ങനെ പ്രസവം ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ 2 തലമുറ പിന്നുള്ളവർ ഇതുപോലെ 6-10 പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഓവർ വെയിറ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ പ്രസവമല്ല, അതിന് എന്താ പറയുക, അന്ന് കഴിച്ചിരുന്ന ഭക്ഷണങ്ങളും അന്നത്തെ മേലെ നീങ്ങിയിട്ടുള്ള പണിയെടുക്കലും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ബലവും, അല്ലെങ്കിൽ അവർ ഓവർ വെയിറ്റ് ആവാതിരിക്കാനുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി പ്രസവത്തിനും പിന്നെ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഓവർ വെയിറ്റ് അതാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ലേഡീസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ്സ് വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കി ചർച്ചകളുള്ള വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ.